ഹായ് ഓൾ. റീസെന്റ് ആയിട്ട് എനിക്കും എന്റെ ബ്രാൻഡിനും അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ കുറെ പേര് പറഞ്ഞു ഇമോഷണൽ ആവരുത്, ബിസിനസ്സിനെ എടുത്ത് ഇമോഷണൽ ആവരുത് എന്നുള്ളൊരു സംഭവം. ബിസിനസ്സിനെ എടുത്ത് ഇമോഷണൽ ആയതല്ല ഞാൻ, അത് എന്നെ പറ്റിയുള്ള ഒരു പേഴ്സണൽ വീഡിയോയെ കുറിച്ച് ഇമോഷണൽ ആയതാണ്. അപ്പൊ നിങ്ങളെ 4 ദിവസം നിങ്ങളെ പറ്റി ഒരാളെങ്ങനെ ഇട്ടാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ നാളെ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും പറ്റി കളിയാക്കി പറയുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഹേർട്ടായിട്ട് വരത്തുള്ളൂ. തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്ത് നടന്നാലും ഇറ്റ്സ് ഓൾവേസ് ഫൺ ആൻഡ് ഗെയിംസ് അൺടിൽ ഇറ്റ് ഹാപ്പൻസ് ടു യു. എനിവേസ്, അത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ വേറെ 1-2 യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഇതുപോലെ ഓഫീസിൽ ഇപ്പൊ ഞാൻ വന്നതേ ഉള്ളൂ. ഓഫീസിൽ വന്നപ്പോൾ സ്റ്റാഫ് കുട്ടികൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെനിക്കിങ്ങനെ കാണിച്ചത്, ഞാൻ എനിക്കില്ലെങ്കിൽ ആ യൂട്യൂബേഴ്സിനെ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ എനിക്ക് അവരുടെ സാധനങ്ങൾ കാണിച്ചു തന്നു. ഇതുപോലെ ഒരാളുടെ വീഡിയോ, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിയുടെ വീഡിയോക്കകത്ത് ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്ത വീഡിയോക്കകത്ത് പറയുന്ന ആ ഒരു യൂട്യൂബറിന്റെ വീഡിയോക്കകത്ത് ഒരു കസ്റ്റമർ ഓപ്പണിംഗ് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓപ്പണിംഗ് വീഡിയോ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പുതിയൊരു യൂട്യൂബർ സംസാരിച്ചിരിക്കുന്നത്. ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വീഡിയോ തന്നിട്ട് എന്തുകൊണ്ട് നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ല എന്നുള്ളത്. ഈ കസ്റ്റമറുടെ പേര് എനിക്കറിയാം. ഞാൻ ഇന്നലെ എന്റെ ബ്ലോഗിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ ഇപ്പോഴും ഇവിടെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അവരുടെ കുറച്ച് ചാറ്റും കാര്യങ്ങളും ഇവിടെ കാണിക്കാം. അത് കാണിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടോ എന്തായിട്ട് തോന്നില്ല, എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് അത്ര എക്സ്പ്ലനേഷൻ്റെ ആവശ്യം എനിക്കില്ല. ഐ എം സംബഡി ഹൂസ് വെരി സ്ട്രെയിറ്റ്, ഉള്ളതുപോലെ ഞാൻ പറയുന്ന ആളാണ്. പക്ഷെ എന്നാൽ വേറൊരാളെ ദ്രോഹിക്കാനും എനിക്ക് താല്പര്യമില്ല. അതെന്റെ വീട്ടുകാരെ എന്നെ പഠിപ്പിച്ചിട്ട് അതിന്റെ നേച്ചറിലുള്ളതല്ല. വേറൊരാളെ വിറ്റ് പൈസ ഉണ്ടാക്കാനും എനിക്ക് താല്പര്യമില്ല. സ്വന്തം കാലിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അത്ര എനിക്ക് പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരുടെയും പേരിടെ പറയാൻ ആവശ്യപ്പെടാത്തത്. ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് പേര് പറയാൻ. അപ്പോൾ ഞാൻ ഈ ചാറ്റ് കാണിച്ചോ, അതിന് മുന്നേ പറയുകയാണ്, ഈ കസ്റ്റമർ വളരെ ബുദ്ധിയുള്ള ഒരാളാണ്. പുള്ളിക്കാരി ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവും ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്തുണ്ട്. പുള്ളിക്കാരി സാധനം ഓർഡർ ചെയ്ത് സാധനം കൈ കിട്ടിയപ്പോൾ സ്റ്റോൺസ് ഇളകിയിരിക്കാൻ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിന് മുന്നേ മേളത്തുള്ള ചാറ്റിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുള്ളിക്കാരിയുടെ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് അയച്ചു. ആ ഓപ്പണിംഗ് വീഡിയോ ഞാനകത്ത് കാണിക്കാം. അപ്പോൾ ആ ഓപ്പണിംഗ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഓൾറെഡി അവർ കൊറിയറിന്റെ ബാക്ക് സൈഡ് കട്ട് ഓപ്പൺ ചെയ്തിട്ട് സാധനം വെളിയിലെടുത്തു. സാധനം വെളിയെടുത്തപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിന്റെ എഗൻസ്റ്റ് ആയിട്ട് അവർ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് വെരി വിസിബിൾ. ഞാൻ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും എല്ലാം ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഐ വോണ്ട് ഓൾ ഓഫ് മൈ ഫോളോവേഴ്സ് ടു നോ ദാറ്റ് ഈ ഒരു കാര്യത്തിൽ ഐ ഹവ് മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. ബിസിനസ് മാത്രമല്ല, ഓഫ്കോഴ്സ് നമുക്ക് മിസ്റ്റേക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും ലൈഫിലായാലും. ബട്ട് ഇൻ ദിസ് കേസ് മീ ആൻഡ് മൈ ബ്രാൻഡ് ഓർ എൻ്റെ സ്റ്റാഫ്സ്, ദേ ആർ ഓൾ ഇന്നസെന്റ്. അതെനിക്ക് പ്രൂവ് ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസ് വന്നിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വന്തം വീട്ടിലൊരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെയിൻ മനസ്സിലാകട്ടെ, എന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ അപ്പോൾ ഈ പുള്ളിക്കാരി നമുക്കൊരു ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നു. കണ്ടപ്പോൾ തന്നെ നമ്മൾ റിജക്ട് ചെയ്തു. കാരണം നമ്മൾ പറഞ്ഞു ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ അല്ല മാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി നമ്മളോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ തന്നെ അകത്ത് വെച്ച് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിന്റെ ചാറ്റ് പുള്ളിക്കാരി ഡിസപ്പിയറിംഗ് ഓൺ ആക്കിയിട്ടതിനാൽ നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഡിസപ്പിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അല്ലാതെ കള്ളം പറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരി നേരത്തെ അയച്ചൊരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റാഫ്. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരി വീണ്ടും സ്റ്റാർട്ട് ചെയ്തൊരു കോൺവെർസേഷൻ ഉണ്ട്. അത് ഞാൻ ഇവിടെ കാണിക്കാം. കാരണം അതിനകത്ത് എൻ്റെ സ്റ്റാഫ് വീണ്ടും ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ട് അവരോട്. ചോദിച്ചപ്പോൾ അവർ റിപ്ലൈ പോലെ നേരത്തെ അയച്ച വീഡിയോയ്ക്കായിട്ട് റിപ്ലൈ ഐ ഹാവ് ഓൾറെഡി സെൻഡ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ചാറ്റിന്റെ മുകളിൽ പോയി നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം അത് ഓൾറെഡി ഡിസപ്പിയർ ആയി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു, മാം നമുക്കത് കാണാൻ പറ്റുന്നില്ല, പ്ലീസ് സെൻഡ് ഇറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി അതിനൊന്നും റെസ്പോൺസ് തന്നിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരി നമ്മളെ വിളിച്ചേക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചാറ്റിൽ പോലും ഇല്ല. ഇറ്റ് ക്യാൻ ഈസിലി ബി മാനിപ്പുലേറ്റഡ്. മനസ്സിലായി? ഒരാൾക്ക് നമ്മളെ വിളിച്ച് ഓരോ കട്ടിൽ കട്ട് ചെയ്ത് വരെ കളയാൻ പറ്റും. നമുക്ക് കോള് കിട്ടുന്നതിന് മുന്നേ വരെ കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഈസിലി ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ അങ്ങനെ വെച്ചിട്ട് ബ്ലൈൻഡായിട്ട് നമുക്ക് ഒരാളെ പറയാൻ പറ്റത്തില്ല. സോ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് തരാൻ ഉള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കസ്റ്റമറുടെ പേര് ആക്ച്വലി ആദ്യമായിട്ട് ആ യൂട്യൂബറിന്റെ അക്കൗണ്ടിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് ആ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ആ കസ്റ്റമറിന്റെ പേര്. പക്ഷെ ഇപ്പൊ പുള്ളിയുടെ വീഡിയോസ് അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ബിക്കോസ് നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോൾ ഹി ഹാഡ് ടു ടേക്ക് ഡൗൺ ഓൾ ദ വീഡിയോസ്. ബിക്കോസ് ഫോൾസ് ഇൻഫർമേഷൻ പാസ് ചെയ്തതിൽ നമ്മൾ ലീഗലി മൂവ് ചെയ്തു. കാരണം നമ്മൾ ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും വി റിയലൈസ്ഡ് ദാറ്റ് ഇതിന്റെ ബാക്കിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള വീഡിയോ, നമ്മൾ റിജക്ട് ചെയ്ത വീഡിയോ ക്ലിയർ ആയിട്ട് ഞാനത് കാണിക്കാം. നിങ്ങൾക്കേ മനസ്സിലാവും അത് ഫേക്ക് വീഡിയോ ആണെന്നുള്ളത്. സെക്കൻഡ് ആയിട്ട്
പുള്ളിയുടെ വീഡിയോയിൽ വന്നേക്കുന്ന ഒരു ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് പലർക്കും കാണുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ഓപ്പണിംഗ് വീഡിയോ ആണോ ഇവർ റിജക്ട് ചെയ്തതെന്ന് തോന്നും. അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ അവർ അത്രയും ഭംഗിയായിട്ടാണ് അതിനെ ക്രിമിനലി വേറെ രീതിയിൽ അയച്ചു കൊടുത്തേക്കുന്നത്. അത് ആരാണ് അതിന്റെ ബാക്കിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. ബുദ്ധിയുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. സോ കാരണം അങ്ങനെ കാണിച്ചാൽ മാത്രമേ ആ വീഡിയോയ്ക്കകത്ത് എന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമുക്ക് അയച്ച വീഡിയോ കാണിച്ചു തന്നാൽ ഇറ്റ്സ് ലൈക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് അത് ഒരു ഫേക്ക് വീഡിയോ ആണെന്നുള്ളത്. ആർക്കല്ല ആ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ വീടിനടി 10 കമന്റ് വരും, എന്തോന്നാടെ ആ ഓപ്പണിംഗ് വീഡിയോ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്നും കൂടി ഒരു വീഡിയോ എടുത്തു. അപ്പൊ എങ്ങനെയാണ് ആദ്യത്തെ വീഡിയോയിൽ കൊറിയർ അങ്ങനെയും രണ്ടാമത്തെ വീഡിയോയിൽ കൊറിയർ ഇങ്ങനെയും എന്ന് പലർക്കും ഡൗട്ട് വരും. അതിന്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയും ഞാൻ ഇതിന്റെ അവസാനം ഇടുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് 3-4 വർഷമായി. ഞാൻ ഇതുപോലെ ജെന്യുവിൻ ആയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സിനെയും ഫേക്ക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഒത്തിരി പേര് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ചില ഫേക്ക് കസ്റ്റമേഴ്സിന്റെ അവര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ റീഫണ്ട് കൊടുത്ത് വിട്ട കഥകളും ഉണ്ട്. ഞാൻ എന്റെ പ്രോഫിറ്റ് നോക്കാതെ വരെ ചെയ്ത് വിട്ടതുകൊണ്ട് അങ്ങനെയെങ്കിലും അവർ ഹാപ്പി ആയിട്ട് പോട്ടെ, എന്തിനാ വെറുതെ ഒരു പ്രശ്നം എന്നാലോചിച്ചിട്ട്. പക്ഷെ നമുക്കൊരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എന്റെ പരിചയമുള്ള എല്ലാവരും ഇപ്പോൾ അശ്വിൻ ഉൾപ്പെടെ പറഞ്ഞു, നീ ഇങ്ങനെ ആരെന്ത് വന്ന് പറഞ്ഞാലും ഒരു തെളിവും ചോദിക്കാതെ പൈസ കൊടുത്തോണ്ടെന്ന് നിനക്ക് പിന്നെ കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ പിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവസാനം സ്ട്രിക്റ്റ് ആക്കിയത് ഈ ഓപ്പണിംഗ് വീഡിയോസ് മസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം 7 മാസമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ബയോയിൽ ഇട്ടേക്കുന്നത്. അതിന് മുന്നേ നമുക്ക് അതുപോലും ഇല്ല. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്തൊരു സ്റ്റാഫ് കുട്ടിയുടെ കമന്റ് ഞാൻ ഇന്നലെ കണ്ടു എന്റെ വീഡിയോയിൽ. പുള്ളിക്കാരിയെ പറഞ്ഞേക്കുക, പുള്ളിക്കാരിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 3 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, 2021 തോന്നുന്നു. പുള്ളിക്കാരി ഇതുപോലെ കസ്റ്റമേഴ്സ് ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ കംപ്ലൈന്റ് പറയുമ്പോൾ പുള്ളിക്കാരി ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുമായിരുന്നു. അന്ന് ഞാൻ പറയുമായിരുന്നു, വെറുതെ അടിയൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് റീഫണ്ട് കൊടുത്തുവിടാം, ഞാൻ പൈസ അയക്കാം, അപ്പൊ അവർക്ക് റീഫണ്ട് കൊടുത്തുവിടാം. അന്ന് ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഇതുപോലെ ഓപ്പണിംഗ് വീഡിയോ എല്ലാം അത് കൊടുക്കുന്നത് ശരിയല്ല, ബിക്കോസ് എനിബഡി ക്യാൻ ഫോൾ യു എന്നുള്ള പോലെ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ ഇപ്പൊ അവസാനം കൊണ്ടുവന്ന് തുടങ്ങി. ബിക്കോസ് മെനി പീപ്പിൾ സ്റ്റാർട്ട് സ്കാമിങ് മീ. ഇങ്ങോട്ട് കച്ചവടം നടത്തണേ എന്നെ സ്കാം ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ പല തരത്തിലെ കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചിലവർ മാല മേടിച്ച് എനിക്കിത് എന്റെ കഴുത്തി വെച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, മാറ്റി തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് വരെ ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കതൊരു ബിസിനസ് അല്ല, ലൈക്ക് ചാരിറ്റി സർവീസ് പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് ഇപ്പം ഇഫ് ഐ എം ഗെറ്റിംഗ് സംതിങ്, പ്രത്യേകിച്ച് ഒരു ജൂവലറിയോ എന്തെങ്കിലും സാധനം ഞാൻ ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നിട്ട് ചേട്ടാ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു മുത്തിളകി പോയെന്ന് പറഞ്ഞാൽ തല പോയാലും അവരൊന്നും ചെയ്യത്തില്ല. മാഡം ഒന്ന് എടുത്തോണ്ട് പോകും, മാഡം ബില്ലടിച്ച സാധനം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ പറയും. അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓപ്പണിംഗ് വീഡിയോ വരെ അയച്ച നമ്മൾ വി ആർ റെഡി ടു ഹെൽപ്പ്. മനസ്സിലായില്ലേ? എനിവേസ്, അപ്പൊ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ ഇഷ്യൂ. കാരണം ഞാൻ ഇഷ്യൂ സംസാരിച്ചില്ല, കരച്ചിലും പിടിച്ചിലും ആയിരുന്നു ഇവരെ എന്ന് പറഞ്ഞു വിട്ട ചിലവരുണ്ട്. അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി, നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നിങ്ങളുടെ അടുത്ത യൂട്യൂബ് കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ടോട്ടലി ഫൈൻ. കാരണം എന്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ് ഐ എം സോ സ്ട്രോങ് ആൻഡ് ഐ എം സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ടോക്കിംഗ് ലൈക്ക് ദിസ്. ആ കസ്റ്റമറിനെ നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ചാറ്റ് ചെയ്യുന്നത് കാണിക്കാം. യു ക്യാൻ ഗോ ത്രൂ എവറിത്തിങ്. ആദ്യം ഞാൻ കാണിക്കുന്ന കസ്റ്റമർ നമുക്ക് അയച്ച ഒറിജിനൽ ഓപ്പണിംഗ് വീഡിയോ ആണ്. അല്ലാത്ത ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ പല യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ടിൽ കയറി അവരതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഓപ്പണിംഗ് വീഡിയോ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ നോക്കാം. അതൊരു ഫേക്ക് റീക്രിയേറ്റഡ് വീഡിയോ ആണ്, നിങ്ങൾക്ക് അതിലൂടെ കാണാം. അതെങ്ങനെ പുള്ളിക്കാർ അത് ചെയ്തു എന്നുള്ളൊരു മാജിക് ആണോ എന്നുള്ള മാജിക് ഒന്നുമല്ല, അതൊരു ചെയ്യേണ്ട രീതിക്ക് ചെയ്ത് അതങ്ങനെ കിട്ടും. ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ കാണിച്ചു പോകാം. ആദ്യം കസ്റ്റമറിന്റെ ഒറിജിനൽ ഓപ്പണിംഗ് വീഡിയോ അവർ നമുക്ക് തന്നത് വിച്ച് ഇസ് ഫേക്ക്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കസ്റ്റമറിന്റെ അതിന് ശേഷമുള്ള ചാറ്റ് അത് ഞാൻ കാണിച്ചിട്ട് ഇപ്പം ഞാൻ എത്ര വിളിക്കാൻ നോക്കിയിട്ടും പുള്ളിക്കാരി എൻ്റെ കോൾ മുഴുവൻ ഡിക്ലൈൻ ചെയ്തു. കാരണം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നു, സി നിങ്ങൾ ഈ കാണിച്ചത് റോങ് ആണ്, ദിയയുടെ അഗേൻസ്റ്റ് നിങ്ങൾ ഡിഫെയിം ചെയ്യാൻ ചെയ്തതാണ്, നിങ്ങൾ നമുക്ക് അയച്ച വീഡിയോ അല്ല ആ യൂട്യൂബറിന് അയച്ചു കൊടുത്തിരുന്നത്, വൈ ഡിഡ് യു ഡൂ ദിസ് എന്ന് ചോദിച്ചാൽ എല്ലാവരും മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇൻഫർമേഷൻ നോക്കുമ്പോൾ റെഡ് ആണ്, അവരെല്ലാം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നുകൊണ്ടിരിക്കുന്ന റിപ്ലൈ ഇത്രയേ ഉള്ളൂ, ഞാൻ ഓഫീസിലാണ്, ആഫ്റ്റർ 10:30 സംസാരിക്കാം, ഞാൻ ഓഫീസിലാണ്. അതായത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജിന് പോലും അവരിപ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പ്ലീസ് ലീവ് മി അലോൺ, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്, നമ്മൾ ആരെല്ലാം റിയാക്ട് ചെയ്യും. എല്ലാ മെസ്സേജും അവർ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ എല്ലാ കോളും അവർ കാണുക, ഡിക്ലൈൻ ചെയ്യുക. എന്നിട്ട് അവരെൻ്റെ അടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ എൻ ഓഫീസ്, ഞാൻ 10:30. അപ്പോൾ ഞാൻ പറഞ്ഞു, സി ഇതുപോലെ നമ്മൾ ഒരാൾക്കെതിരെ ഇപ്പോൾ ക്രിമിനൽ ലീഗലി മൂവ് ചെയ്തു, നിങ്ങളുടെ അഗേൻസ്റ്റ് മൂവ് ചെയ്യും, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്, ഒരാളെ ഡീഫെയിം ചെയ്യാൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് റോങ് സംഭവമാണ് നിങ്ങളിപ്പോൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായത്? വളരെ ഒരു എന്താ പറയുക, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംഭവം. ആരും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കത്തില്ല, എനിക്കൊന്നും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ആരും എന്നെ പറ്റി ഇങ്ങനെ മോശം പറഞ്ഞിട്ടുന്നു. സോ എനിവേസ്, എവറിബഡി ഹാസ് ടു സീ ദിസ്, യു ഹാവ് ടു സീ ദിസ്. ബിക്കോസ് എനിക്ക് എൻ്റെ സൈഡിലെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തേ പറ്റത്തില്ല. ഇത് കണ്ടിട്ടും കുറേ പേര് അടിയിൽ വന്നിട്ട് മറ്റേ യൂസർ റീസഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞവരും പിന്നെ കുറേ പേര് എനിക്കറിയാം എൻ്റെ അഗേൻസ്റ്റ് പറയുന്നതായിരിക്കും. ബട്ട് ഐ റിയലി ഡോണ്ട് കെയർ. എന്നെ ശരിക്കും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടും അറ്റ്ലീസ്റ്റ് ഒക്കെ എന്നെ ശരിക്കും ഇഷ്ടമുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു പ്രൂഫ് നമുക്ക് തന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സിൻസിയറായിട്ട് എഫേർട്ട് ചെയ്യുന്നത്, ഈ ടൈമും എഫേർട്ട് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല.
അല്ലാത്തവർക്ക് ഇത് കാണാൻ പോകാം. നിങ്ങളുടെ കമന്റ് ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യും, നിങ്ങളെ ഞാൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ എഫേർട്ടും വെറുതെ പാഴാവുകയാണ്. സോ മേ ബി കാണുക, മേ ബി വീട്ടിൽ ഇരുന്ന് എന്നെ 10 തെറി പറഞ്ഞു. ഇറ്റ് റിയലി ഡസന്റ് മാറ്റർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ഇഷ്യൂ. സോ ഇതാണ് നമുക്ക് ആദ്യം ഈ പറയുന്ന കസ്റ്റമർ അയച്ചൊരു ഓപ്പണിംഗ് വീഡിയോ. ഫേക്ക് ഓപ്പണിംഗ് വീഡിയോ എന്ന് തന്നെ പറയാം. കാരണം അവർ ആ കൊറിയർ ബാഗിൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ട് ആ ബോക്സ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കാം. അവർ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി പൊട്ടിച്ച് അലമ്പാക്കി വെച്ചേക്കുകയാണ് ആ ബോക്സിന്. എന്നിട്ട് അവർ ഒന്നേന്ന് എടുക്കുന്ന പോലെ കാണിച്ചു. കാരണം നമ്മുടെ ബബിൾ റാപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി റാപ്പ് ചെയ്താണ് വെക്കുന്നത്. ഇതിനകത്ത് റാപ്ഡ് പോലും ആയിരുന്നില്ല, ബബിൾ റാപ്പ് ജസ്റ്റ് വെച്ചിരുന്നു അതിനകത്ത്. സോ നമുക്കിത് കണ്ടപ്പോൾ തന്നെ റിയലൈസ് ആയി ഇത് ഓക്കെ, അവർ ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവരങ്ങ് എടുത്ത വീഡിയോ ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതങ്ങ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ മാം പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതതിന് ശേഷം ഒരു യൂട്യൂബറിൻ്റെ ചാനലിലൂടെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. പുള്ളിക്കാരി അടുത്ത് അയച്ചു കൊടുത്തതാണ്. ഇതിനകത്ത് ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട് ഈ വീഡിയോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റർ ഫിംഗറിലെയും ആ ഒരു റിംഗ് ഫിംഗറിലെയും റിങ്സ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ആ സെയിം കസ്റ്റമർ തന്നെയാണ്. നമുക്ക് അയച്ചു തരട്ടെ എന്ന് ചോദിച്ച നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ രണ്ടാമതൊരെണ്ണം അയച്ച് തന്നോട്ടെ എന്ന് ചോദിച്ച അതേ ഒരു വീഡിയോ പുള്ളിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ബുദ്ധിപൂർവ്വം അടിഭാഗം കാണിച്ചിട്ടില്ല, ടോപ്പ് പോർഷനാണ് പുള്ളിക്കാരി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വളരെ സിൻസിയറായിട്ട് ലൈഫിൽ എല്ലാ എനർജി ഇട്ട് തുറക്കുന്നത്. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ കൊറിയർ ബാഗ് പുള്ളിക്കാരി ഇപ്പോൾ തൂക്കിയെടുത്ത് ദൂരെ കളയും. കസ്റ്റമർ നമുക്ക് ആദ്യം അയച്ചു തരുന്ന ഒരു കൊറിയർ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് അവർ നമുക്ക് അയച്ചു തന്നത്. ഓൾറെഡി ഇതാ ഇങ്ങനെ തുറന്നിരുന്നൊരു വീഡിയോ ഇന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ ആണ് കാണിച്ചത്. ഇവിടെ കട്ട് ചെയ്യുന്നവർ കാണിച്ചിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഈ സൈഡ് ഇങ്ങനെയാണ് ആ വീഡിയോക്കകത്ത് ഇരിക്കുന്നത്. അത് ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ്. അപ്പോൾ അതായത് നമ്മൾ ജ്വല്ലറി പാക്ക് ചെയ്യുമ്പോൾ അത് തുറക്കുന്നത് ഈ ഹൊറിസോണ്ടൽ വഴിയാണ് തുറക്കുന്നത്. ഇതുവഴി ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഓപ്പൺ ചെയ്ത വീഡിയോ ആണ്. അതിനകത്ത് കൂടുതൽ ഫെർദർ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. നമുക്ക് കിട്ടിയ വീഡിയോക്കകത്ത് അതാണ് കണ്ടു. നമ്മൾ ഫേക്ക് ഓപ്പണിംഗ് വീഡിയോ റിജക്ട് ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബർ ചേട്ടന് വീഡിയോ അയച്ചപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി ഇതിനെ തിരിച്ചങ്ങ് അകത്ത് കയറ്റി. ഒരു കാര്യം ശ്രദ്ധിക്കണം, പുള്ളിക്കാരി ഇതിനെ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ ബോക്സ് റിപ്പയർ ഒക്കെ ചെയ്ത് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മുടെ കൊറിയറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത്. ഇവിടെ കട്ട് ചെയ്താലും ഇതിനെ കമത്തി വെച്ചാൽ അതെ ബ്രാൻഡ് ന്യൂ സൂപ്പർ ആയിട്ടൊരു ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരി നമുക്കത് അയച്ചിട്ടില്ല. അയച്ചിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ റീഫണ്ട് റീപ്ലേസ്മെന്റ് കൊടുത്തന്നെ ഇത് കാണാൻ പോലും ചെയ്യാതെ പുള്ളിക്കാരി ഇങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് വ്യൂ ആംഗിളിൽ നിന്ന് എടുത്തേക്കുന്ന അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഒരു പ്രോപ്പർ ഓപ്പണിംഗ് വീഡിയോ ആക്കി അതിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ ഒരു എലി കയറി ഒരു തുരപ്പൻ്റെ ഒരു കുഴിയുള്ള കാര്യം ആരും അറിയത്തില്ല. അത് വേറെ കാര്യം. തുറക്കുന്നു, സാധനം വെളിയെടുക്കുന്നു, ഇതിനെ അങ്ങ് മാറ്റുന്നു. പ്രോപ്പർ ഓപ്പണിംഗ് വീഡിയോ ആയാലും ഇപ്പോൾ ഇതിനെയാണ് ഭംഗിയായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്നും ചെയ്ത് കൊടുക്കാത്തത്. പുള്ളിക്കാരി ഈ വീഡിയോ ആണ് യൂട്യൂബറിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് അയച്ചു തന്നത് ഇതുവഴിയുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവഴിയുള്ള വീഡിയോ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ യൂട്യൂബ് ചേട്ടൻ്റെ വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് പുതിയ റീക്രിയേറ്റഡ് വീഡിയോ കാണാവുന്നതാണ്. കസ്റ്റമറുടെ പേര് നമുക്കറിയാം, നമ്മളത് പുറത്ത് പറയുന്നില്ല. ബിക്കോസ് അതൊരു ഇഷ്യൂ ആയി അടുത്തത് വരും. നമ്മൾ കസ്റ്റമറിന് അതിനുശേഷം അയച്ച മെസ്സേജുകളുടെ ചാറ്റും സ്ക്രീൻഷോട്ട്സും ഞാൻ ഇതിനകത്തോട്ട് കാണിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എവിഡൻറ്റ് ഫോർ ഓൾ ഓഫ് യു. സോ ഈ കാണുന്ന കോൺവെർസേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും that അവർ നമുക്ക് മുമ്പ് അയച്ച വീഡിയോ ഐ ഹവ് ഓൾറെഡി സെൻഡ് യു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അതിൻ്റെ മോളോട് നമുക്ക് ചാറ്റ് ഇല്ല. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ദിയ കൃഷ്ണ. ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണെന്ന് ഉള്ളിലോട്ട് ഇറങ്ങി കണ്ടുപിടിക്കുന്നത്. കാരണം പലരുടെയും യൂട്യൂബ് വീഡിയോസിനകത്ത് എന്നെ വളരെ മോശമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കാരണം. അത് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ല. അത്രയ്ക്കൊരു ദ്രോഹമാണ് എന്നോട് നിങ്ങൾ ചെയ്തത്. എന്നോടും ഈ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടെന്ന് എൻ്റെ ഈ ബ്രാൻഡിനോടും. ഏതൊരു ബ്രാൻഡിനായാലും, അത് എൻ്റെ ബ്രാൻഡെന്നല്ല, ലോകത്ത് ഏതൊരു ബ്രാൻഡിനായാലും അവരുടേതായ റൂൾസ്, ടേംസ്, കണ്ടീഷൻസ്, റെഗുലേഷൻസ്, പോളിസീസ് എല്ലാം ഉണ്ട്. അത് അവർ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഇസ് എ മസ്റ്റ് എന്നുള്ളൊരു സംഭവം ഞാനത് എൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദേവി നോക്കുക. അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് അത് ഉറപ്പായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ തമ്മിൽ ആദ്യം സ്റ്റാഫും ആ കുട്ടിയും നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ഓപ്പണിംഗ് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കൊറിയറിന്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് തുറന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി കട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഇത് ഓപ്പണിംഗ് വീഡിയോ അല്ല മാഡം, ഇത് മാം ഓൾറെഡി കട്ട് ചെയ്ത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വീഡിയോ അയക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്
ഞാനത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്തൊരു വീഡിയോ എടുത്ത് തരട്ടെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൻ്റെയോ എൻ്റെ ബ്രാൻഡിൻ്റെയോ കഷ്ടകാലത്തിന് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ഓപ്പണിംഗ് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കൊറിയറിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് തുറന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി കട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഇത് ഓപ്പണിംഗ് വീഡിയോ അല്ല മാഡം, ഇത് മാം ഓൾറെഡി കട്ട് ചെയ്ത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വീഡിയോ അയക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാനത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്തൊരു വീഡിയോ എടുത്ത് തരട്ടെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൻ്റെയോ എൻ്റെ ബ്രാൻഡിൻ്റെയോ കഷ്ടകാലത്തിന് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കി ഇട്ടിരുന്നു, വിച്ച് ഇസ് വെരി ക്ലെവർ ഓഫ് യു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം താഴേക്ക് വേണ്ടിയുള്ള ചാറ്റ് തൊട്ടേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ അതിനകത്ത് കയറി നോക്കി, ഇപ്പോൾ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു എന്ന് പറയുന്നൊരു ചാറ്റ് പോലും അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ, നമുക്ക് അറിയത്തില്ല. കാരണം സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ ആൾക്കാരുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനൊന്നും അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നതാണ്. ഡെഫിനറ്റ്ലി ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കിയിട്ടിട്ട് അത് പോയതാണ് ആ സെറ്റിംഗ്സ് ഇട്ടിട്ട്. എനിവേസ്, അപ്പോൾ നിങ്ങൾ നമുക്ക് അയച്ചു തന്ന ഓപ്പണിംഗ് വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിനുശേഷം ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് ഹെൽപ്പ് സീക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തേക്കുന്ന വീഡിയോ ടോട്ടലി വേറെയാണ്. ആ പുള്ളിയുടെ അഗേൻസ്റ്റ് നമ്മൾ ലീഗലി മൂവ് ചെയ്തു, സൈബറായിട്ട് നമ്മൾ ലിങ്കായി. ഇപ്പം മൊത്തത്തിൽ ആ പുള്ളിയുടെ അക്കൗണ്ടിൽ വീഡിയോസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അത് നമ്മൾ ലീഗലി മൂവ് ചെയ്താൽ നമുക്കത് എൻ്റെ അഗേൻസ്റ്റ് സംസാരിക്കുന്നതാണ്, ഫേക്ക് അക്യൂസേഷൻസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് ലീഗലായിട്ട് മൂവ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും അത് അറിയാം, നിങ്ങൾ കാണിച്ച തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നിങ്ങൾ ഈ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളൊരു ചാറ്റ് ഒന്നും ആ പുള്ളിക്കാരൻ ആ വീഡിയോക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞൊരു പുത്തൻ വീഡിയോ കാണിച്ചിട്ടേ ഉള്ളൂ അതിനകത്ത്. നമുക്ക് രണ്ട് കൂട്ടർക്കും അത് അറിയാമല്ലോ, അത് എന്നോട് കാണിച്ചൊരു തെറ്റാണെന്നുള്ളത്. പിന്നെ നിങ്ങളുടെ വോയിസ് നോട്ട്സ് ഞാൻ കുറേ കേട്ടായിരുന്നു, പുള്ളിയോട് ഇൻസ്റ്റയിൽ അങ്ങോട്ട് സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് എൻ്റെ തൊലിക്കെട്ടിയെക്കുറിച്ചും ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത് അവക്കൊരു പടി കൊടുക്കണം, ഈ ഒരു കൈൻഡ് ഓഫ് സംസാരം. അത് എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പേഴ്സണൽ വെഞ്ചൻസ് എന്തിനാണ്? അത് നമ്മൾ തമ്മിലൊരു ബിസിനസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, എൻ്റെ സ്റ്റാഫാണ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്തൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവളൊരു പാഠം പഠിപ്പിക്കണം, മോക്ക് തൊലിക്കെട്ടി, അത് വല്ലാത്തൊരു, അത് എനിക്ക് വിഷമമാണ്. ദേഷ്യത്തിനേക്കാൾ എനിക്ക് വിഷമമാണ്. ഒരാൾ എന്തിനാ എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും ഒരു ഗ്രഡ്ജ് എന്നുള്ളത്. നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായത് എന്താണ്? നമ്മൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തു. അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അത് എനിക്ക് ഐ റിയലി അപ്പോളജൈസ് ഫോർ ദാറ്റ്. നമുക്ക് നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് മാത്രം അങ്ങനെ സ്പെഷ്യൽ കണ്ടീഷൻ തന്നാൽ ബാക്കി കസ്റ്റമേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആയി പോകത്തില്ലേ? നമ്മൾ നമ്മുടെ റൂൾസ് ഫോളോ ചെയ്തു. നമ്മൾ റൂൾസ് ഫോളോ ചെയ്തതിനെയാണ് ഇപ്പൊ എന്നെ പറ്റി നിങ്ങൾ ഇത്ര മോശമായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത്. എനിക്ക് അതിൽ നെഞ്ച് പൊട്ടുന്ന വേദനയുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും ഞാനിത് എൻ്റെ സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ ഇടുവാണ്. നിങ്ങൾ 10:00-ക്ക് ശേഷം വിളിക്കാം എന്നാണ് സ്റ്റാഫ് കുട്ടികളോട് പറഞ്ഞത്. കാരണം നമ്മൾ ചോദിച്ച ഒരു അക്യൂസേഷന് പോലും നിങ്ങൾ ഉത്തരം തന്നിട്ടില്ല. എല്ലാം നിങ്ങൾ സീനിറ്റ് ആക്കിയത് ഞാൻ കണ്ടു. 10:00-ക്ക് ശേഷം വിളിക്കാം എന്നൊരു ഉത്തരം അല്ലാതെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് എന്ന് നിങ്ങളൊന്നും റിയാക്ട് പോലും നിങ്ങൾ ചെയ്ത് ഞാൻ കണ്ടില്ല. കാരണം ഞാൻ നിങ്ങളുടെ കൈ കണ്ടായിരുന്നു. 2 വീഡിയോക്കകത്ത് ഒരേ കൈയാണ്, ഒരേ മോതിരമാണ്, പോയിന്റർ ഫിംഗറിലും ഫിംഗർ റിങ്ങിലും രണ്ടിലും നിങ്ങൾ ഇട്ടിട്ടുണ്ട്, മോതിരം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഒന്നിലിട്ടേക്കുന്ന ഗോൾഡ്, ഒന്നിലിട്ടേക്കുന്ന സിൽവർ ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ഒരേ കൈ തന്നെയാണ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇന്ന ആളാണെന്ന് നമുക്ക് പിടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ മറ്റേ പുള്ളിയുടെ അഗേൻസ്റ്റ് ലീഗലി പോയതുപോലെ നിങ്ങളുടെ അഗേൻസ്റ്റ് ആക്ച്വലി പോവാം. കാരണം എൻ്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടും നിങ്ങൾക്ക് അപ്പം തോന്നിയ ഒരു ദേഷ്യത്തെ നിങ്ങൾ ചെയ്തതാണെന്നും വെച്ചിട്ട് ഹ്യൂമാനിറ്റിയുടെ പേരിലാണ് ഞാൻ ഇത് ഇവിടെ വിടുന്നത്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുവാണ്. എനിക്ക് എന്നെ വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഒരു തെളിവ് കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതിനൊരു ഉത്തരം എനിക്ക് തരികയോ തരാതിരിക്കുകയോ, നിങ്ങൾ എന്നെ വിളിക്കുകയോ വിളിക്കാതിരിക്കും. ഞാൻ കുറേ വിളിച്ചു, നിങ്ങൾ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ റിവെഞ്ച് എടുക്കുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതിനുള്ള സമയം എനിക്കുമില്ല. 100 കൂട്ടം തിരക്കാണ് എനിക്കിതുപോലെ ഫേക്ക് ഓപ്പണിംഗ് വീഡിയോ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തൊലയ്ക്കുന്നതോ അല്ല എൻ്റെ ഒരു ജോലി. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ജീവിതത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ തീർന്നിട്ട് 10:30 കഴിയുമ്പോൾ സ്റ്റാഫിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താലും മതിയാവും ആസ് ടു നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെ ചെയ്തത്. ബിക്കോസ് ഐ ഫോർഗിവ് യു. ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യം നിങ്ങൾ വിടുക എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. എനിവേസ്, ടേക്ക് കെയർ ആൻഡ് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീടൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ വീട്ടിൽ ഇരുന്നാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ബാക്കി ഒരുപാട് പ്രൂഫും എവിഡൻസും അതിനകത്ത് കയറ്റി എഡിറ്റ് ചെയ്ത് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ
ഓഫീസിലുള്ള ഫോണിലെ എല്ലാ മെസ്സേജും പുള്ളിക്കാരി സീനിട്ട് ആക്കിയിട്ടുണ്ട്. മറ്റേ റീഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടിക്ക് വരുന്ന സാധനം പുള്ളിക്കാരി ഓഫ് ആക്കി ഇട്ടേക്കുവാണ്. ഞാൻ പുള്ളിക്കാരിക്ക് അയച്ച ഈ മൊത്തം ഓഡിയോ, അതായത് വർക്കിന്റെ ഇടയിൽ ഇരിക്കുകയാണ്, 10 കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞൊരാള് ഈ മൊത്തം ഓഡിയോ കേട്ടിരിക്കുകയാണ്. കാരണം ഓഡിയോ പ്ലേഡ് എന്നുള്ളത് വരെ ഞാൻ കണ്ടു. കാരണം നമുക്കത് അറിയാൻ പറ്റും, ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും വാട്സാപ്പിൽ. പുള്ളിക്കാരി എന്റെ ഓഡിയോ വരെ കേട്ടിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്കാരി അത് ഡിനൈ ചെയ്യാൻ പോലും ട്രൈ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആരെങ്കിലും തെറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡിനൈ ചെയ്യാൻ ശ്രമിക്കും. ഷീ ഈസ് നോട്ട് ട്രൈങ് ടു ഡിനൈ ഇറ്റ്. പുള്ളിക്കാരി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് എന്നെ 2 തെറി വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. തിരക്കിലാണെന്ന് പറയുന്ന ഒരാൾ 5 മിനിറ്റ് നീളമുള്ള എന്റെ ഓഡിയോ കുത്തിയിരുന്ന് പ്ലേ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആൻഡ് ഞാൻ അയക്കുന്ന എല്ലാ മെസ്സേജും അപ്പം ഞാൻ ഇൻഫോ ചെക്ക് ചെയ്യാണ്ട് ഹായ് അയച്ചാൽ അതുപോലും പുള്ളിക്കാരി അപ്പോൾ സീനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത്. ഇതുപോലെ എത്ര പേരെയാണ് നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പുറത്തിരിക്കുന്ന ഞാൻ നിങ്ങളെക്കാൾ 10 ഫോളോവേഴ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു മനുഷ്യനാവാതിരിക്കത്തില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഹ്യൂമൻ ആണ്. ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായത്തിൽ ഇളയ ഒരാളായിരിക്കാം ഞാൻ. ഓരോരുത്തരെയും പറ്റി റോങ് ആയിട്ട് കമന്റ് ചെയ്യുമ്പോൾ, എൻ്റെ നല്ല ആരുടെയും ഫോട്ടോ അടി പോയി കമന്റ് ചെയ്യുമ്പോൾ തിങ്ക്, ഇസ് ഇറ്റ് നെസസറി? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇസ് ഇറ്റ് നെസസറി? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത് ഇഫ് യു കനോട്ട് സേ എനിത്തിങ് കൈൻഡ് ആയിട്ട് നിങ്ങളുടെ വായൊന്നും വന്നില്ലെങ്കിൽ ആ വാ തുറക്കാതിരിക്കുക. നിങ്ങൾ ഇടുന്ന കമന്റ് കൊണ്ട് നിങ്ങൾക്കോ അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഒരു പ്രയോജനമില്ലെങ്കിൽ ആ കീപാഡ് മാറ്റി ആ ഫോണിനെ മാറ്റി വെക്കുക, കമന്റ് ചെയ്യാതിരിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്നാൽ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങളെ പേഴ്സണലി ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. വഴി കൂടെ പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ഞാനും പോയി ഇടപെടാമെന്ന് ചിന്തിക്കുന്നതാണ്. അത് വളരെ എന്താ പറയുക, ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്, ഇമ്മച്ചുവർ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. അത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് കാണാൻ കഴിയും. ഇത് കണ്ടിട്ട് മനസ്സിലാവുന്ന ആർക്കെങ്കിലും ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ, ഹൗ യു ട്രീറ്റ് പീപ്പിൾ. ഡോണ്ട് ബി ദ റീസൺ സംബഡി ഡൈസ്. ഓക്കെ, ഡിസപ്പിയറിംഗ് സാധനം പുള്ളിക്കാരി ഓൺ ആക്കിയിട്ടുകൊണ്ടാണ് നമുക്ക് ഒരുപാട് മെസ്സേജ്, അതായത് വാട്സാപ്പിനെ കുറിച്ച് എല്ലാം നല്ല വ്യക്തമായി അറിയാവുന്ന ടെക്കി പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലോട്ടുള്ള ഒരാളാണ്, ഫോർവേഡാണ്, എല്ലാം അറിയാവുന്ന ആളാണ്. സോ എനിക്ക് അതിനകത്ത് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ചില കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ചിലപ്പോൾ ഒരു 50 പേരിൽ 10 പേര് ചിലപ്പോൾ ശരിക്കും ഉള്ളവർ പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. സെൻഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മളിൽ നിങ്ങളുടെ ചാറ്റ് എവിടെയെങ്കിലും മിസ്സായിട്ടായിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല. കാരണം മനുഷ്യരാണ്, അത് ഞാനല്ല, 3 സ്റ്റാഫുകൾ എനിക്കുണ്ട്. അപ്പോൾ അവരിൽ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരം തരുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ച രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതിനെല്ലാം ചേർത്ത് ഞാൻ തന്നെ സ്വയം അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതുപോലെ ചിലവരുടെ കമന്റ് ഞാൻ കണ്ടു. അങ്ങനെ പേര് വരെ ഞാൻ അടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒരു കസ്റ്റമർ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തിലില്ല. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒത്തിരി പേര് ഫേക്ക് അക്കൗണ്ട്സിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെറുതെ ഒരാൾ അവൻ പറഞ്ഞുകൊണ്ട് ഞാനും പറയാം, ഒരുത്തം മുണ്ട് വെക്കി ഞാനും മുണ്ട് വെക്കാം എന്നുള്ളൊരു സ്വഭാവം. അത് ഇപ്പോൾ ഉള്ളൊരു യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ചിലവർക്ക് അത് വീട്ടിൽ എൻഗേജ്ഡ് അല്ലാത്തവർക്ക് അത് തോന്നുന്നതാണ്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഐ ഫോർഗിവ് ഓൾ ഓഫ് യു. ഐ റിയലി ഫോർഗിവ് ഓൾ ഓഫ് യു. നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ചെയ്താൽ ആരും നിങ്ങളെ കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ട്. അത് വളരെ ഇതാണ്, അത് ആരും കണ്ടുപിടിക്കത്തൊന്നുമില്ല നിങ്ങളെ. പക്ഷെ അത് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ നിങ്ങളെയാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒറിജിനലി വന്ന് പറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നമ്മൾ പറ്റുന്നവരുടെ പേര് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അവർക്കുള്ള ഇഷ്യൂ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് ഞാൻ എൻ്റെ ഗ്യാരണ്ടിയാണ്, ഞാൻ എൻ്റെ സൈഡിൽ നിന്നാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പേര് വരെ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അങ്ങനെയുള്ളതിൽ 99% സ്കാം ആണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സ്റ്റോപ്പ് റൈറ്റ് ഹിയർ, സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. അത് റോങ് ആണ്. എൻ്റെ അടുത്ത് നല്ല ഡോണ്ട് ഡു ഇറ്റ് ടു എനിബഡി, ഡോണ്ട് റൂയിൻ എനിബഡീസ് ബിസിനസ് ലൈക്ക് ദിസ്. നിങ്ങൾക്കത് എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല, എൻ്റെയാണ്. അത് നിങ്ങളെക്കാൾ സക്സസ്ഫുൾ ആണെന്ന് വേറൊരാളെ നിങ്ങൾക്ക് കണ്ട് തോന്നിയാൽ മാത്രമേ നിങ്ങളാൽ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളെക്കാൾ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുമല്ല, നിങ്ങൾക്കത് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആകെ എനിക്ക് തരാനുള്ള ഉത്തരം. എനിവേസ്, ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ, ചിലപ്പോൾ ഇതുപോലും കണ്ടിട്ട് ചിലവർ മറ്റേ ബ്ലൈൻഡ് ആയിട്ട് പറയും ഇതിൽ നിന്ന് എന്ത് പ്രൂവായി എന്നുള്ളത്. അത് ആസ്ക് യുവർ സെൽഫ്, ഡു ഐ ഹാവ് ദ കോമൺ സെൻസ്? ഞാൻ കോമൺ സെൻസോടെയാണോ സംസാരിക്കുന്നതെന്ന് ആസ്ക് യുവർ സെൽഫ്. ശരിക്കും കോമൺ സെൻസ് ഉപയോഗിച്ചത് കാണുന്നവർ, അല്ലെങ്കിൽ എൻ്റെ വെൽ വിഷേഴ്സ്, ഞാനൊരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഇന്ന് തന്നില്ല എന്ന് വിചാരിക്കുന്നവരും, ചില യൂട്യൂബേഴ്സ് ഹു ഹാവ് ബിൻ ക്വസ്റ്റ്യനിങ് മീ, അതെന്തുകൊണ്ട് ഇതിനൊരു ഉത്തരം തന്നില്ല, എന്ത് ഭംഗിയുള്ള ഓപ്പണിംഗ് വീഡിയോ ആണ് ആ കസ്റ്റമർ അയച്ചത്, അത് പലരും ഫ്രെയിം ചെയ്ത് വെക്കാൻ വരെ പ്ലാൻ ചെയ്തു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ ആണ്. ഒരു യൂട്യൂബറിന്റെ സംസാരം ഞാൻ കേട്ടാൽ ചിരിയാണ് വന്നത് എനിക്ക്. എനിവേസ്,
അപ്പോൾ ഇത് എനിക്ക് എന്നെ കൊണ്ട് തരാൻ പറ്റിയൊരു എവിഡൻസ് ആണിത്. കാരണം ഐ വോണ്ടഡ് ടു പ്രൂവ് മൈ ഇന്നസെൻസ്. കാരണം ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡുകളെയും സ്കാമുകളെയും നമ്മൾ കാണുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ റൂൾസ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ഒരു ട്രാൻസ്പെറൻസിയുടെ പേരിൽ നമുക്ക്. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്നില്ല. ഇപ്പം എന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണില്ല, നിങ്ങൾക്ക് എൻ്റെ ഒരുവിധപ്പെട്ട എൻ്റെ വ്ളോഗ്സ് കാണും, നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ അറിയായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി മീറ്റ് ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് എന്നെ കാണുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നമുക്ക് ദിയെ ഒരുപാട് നാളെ പരിചയമുള്ള പോലെ ഫീൽ ചെയ്യുന്നത്. അത് മേ ബി നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കാം, മേ ബി, എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളെ എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ കാണിച്ച ഈ ഒരു യൂട്യൂബർ ഇവരും കൂടെ ചേർന്ന് കാണിച്ച ഈ ഒരു ആക്ടിവിറ്റി വളരെ മോശമാണ്, വളരെ മോശമാണ്. ആരോടും ചെയ്യരുത്, ഒരു പെൺകുട്ടിയോടും ആൺകുട്ടിയോടും ഇങ്ങനെ ചെയ്യരുത്. വെരി ബാഡ്. ഡിഫെയിമിങ്ങിന് വേണ്ടി ഇങ്ങനെ കെട്ടിയിറങ്ങി ചെയ്യുന്നതേ. നിങ്ങൾ ഫേക്ക് ഓപ്പണിംഗ് വീഡിയോ തന്നു, നമ്മൾ റിജക്ട് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ റൂൾസ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്തില്ല, അവർ നമ്മളെ മൈൻഡ് ചെയ്തില്ല, റിജക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ സ്റ്റാഫുകളോ ആരെങ്കിലും നിങ്ങളോട് മോശമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ഫീൽ ഇട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റാഫുകളെ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് ടു ഹൗ ടു ടോക്ക് ആൻഡ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ടു എ കസ്റ്റമർ. നമ്മളിപ്പോൾ ലൈവ് ചാറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് സാധനം മേടിച്ചിട്ട് പോകാം. സോ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഐ വുഡ് റിക്വസ്റ്റ്, ഇതിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും ആരും ഒന്നും വീഡിയോസ് ഇറക്കാതിരിക്കുക. ബിക്കോസ് ഓൾറെഡി ഇതൊരു ഫോൾസ് അക്യൂസിയേഷൻ ആണെന്നുള്ളത് ഞാൻ ഇതിനകത്തൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഐ ഡോണ്ട് നോ വാട്ട് എക്സ്പ്ലനേഷൻ ടു ഗിവ്. ഞാൻ ഐ നോ എനിക്ക് ആർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ബ്രാൻഡ് ഡീഗ്രേഡ് ആവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. എന്നെപ്പറ്റി നിങ്ങൾ എന്ത് വേണോ അപവാദം പറഞ്ഞു, കാരണം അതിൽ പകുതി കള്ളമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കും അറിയാം. ബട്ട് എൻ്റെ ബ്രാൻഡിനെ തൊട്ട് കളിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ആരെയും. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നലെയും മെനിഞ്ഞാന്നിട്ട് എന്നെ കുറേ പേര് വിളിച്ചു, മെസ്സേജ് അയച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എന്നും എന്നെ ഇഷ്ടപ്പെടും, സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഐ വിൽ നോട്ട് ലെറ്റ് യു ഓൾ ഡൗൺ. എനിവേസ്, ബൈ.